ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലരുവി വാട്ടർഫാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതാ ഈ മുന്നിൽ കാണുന്നതാണ് കേട്ടോ പാലരുവി വാട്ടർഫാളിൻ്റെ എൻട്രൻസ്. ഇതാ ഇവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ലെറ്റർ ബോക്സിനകത്താണ് ക്യാമറ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് സ്തൂപങ്ങൾ പോലെ ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുണ്ട്. ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് അല്ലേ ചുവ? മുന്നിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് പാർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ വന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ അയ്യപ്പന്മാരാണ് ഇപ്പോൾ കൂടുതൽ ഈ ഒരു സമയത്ത് അയ്യപ്പന്മാരാണ് കേട്ടോ ഇവിടെ കൂടുതൽ വിസിറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ബസ് അവിടെ നിന്ന് ആദ്യത്തെ വിസിറ്റേഴ്സിനെ കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണോ നമ്മൾ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഈ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു കേരള സർക്കാരിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ജലം അമൂല്യമാണ്. അപ്പോൾ അത് പൊല്യൂട്ടഡ് ആക്കുന്നവർക്കുള്ള ശിക്ഷയും കാര്യങ്ങളും 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. എന്തായാലും ഇവിടെ എല്ലാം ഫുള്ള് പൊല്യൂട്ടഡ് തന്നെ. പിന്നെ അതുപോലെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 70 രൂപയാണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. എന്തായാലും ടിക്കറ്റ് എടുക്കുന്നത് അവിടെ മുന്നിലാണ്. കുറേ അയ്യപ്പ സ്വാമികൾ നിൽക്കുന്നുണ്ടോ അവിടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 165 രൂപയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് 70 രൂപയാണ് ഒരാൾക്കെന്നാണ് നമ്മൾ ആ ബോർഡിൽ കണ്ടത്. അഡൽട്ടിന് 70 രൂപ. അപ്പോൾ എനിക്കും ശിവയ്ക്കും കൂടി 140 രൂപയാണ് ആവേണ്ടത്. പക്ഷേ നമുക്ക് 165 രൂപയാണ്. അതായത് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചാർജ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്താണ് നമുക്ക് 165 രൂപ. അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ബസ് മിക്കവാറും മിസ്സാവും. അതുപോലെ തന്നെ സംഭവിച്ചത്. അതിൽ അയ്യപ്പസ്വാമിമാർ ഒരുപാട് പേരുണ്ടായിരുന്നുകൊണ്ട് സീറ്റ് ഫില്ലായി. അപ്പോൾ സീറ്റിനനുസരിച്ച് മാത്രമേ ആളിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞു ഉള്ളിലോട്ടെ. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി വീണ്ടും സീറ്റ് ഫില്ലാവുന്ന ആൾക്കാർ വരുമ്പോൾ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പാർക്കിംഗ് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തൊക്കെ മുഴുവനും തേക്കാണ് ഇവിടെ മുഴുവനും. ഞാൻ കഴിഞ്ഞ റോസ്മല വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു തേക്ക് അടുപ്പിച്ച് നട്ടിരിക്കുന്നു. അതേപോലത്തെ സംഭവം തന്നെയാണ്. ഈ പാർക്കിംഗ് ഏരിയ ഒക്കെ മുഴുവനും തേക്ക് തന്നെയാണ് കേട്ടോ. അതിനിടയ്ക്കാണ് നമ്മളെ നന്ദിത കൊണ്ട് വെച്ചിരിക്കുന്നത്. വേറെ അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ മുന്നിൽ കാണുന്ന ഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അത് ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടാം. റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് നമുക്കിവിടെ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. അതാ അയ്യപ്പന്മാരുടെ വേറൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ടീമായിരിക്കും. നമ്മളെല്ലാവരും ഒരു ടീമായിട്ടായിരിക്കും പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ബാഗേജ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വെള്ളവും മിനറൽ വാട്ടറൊക്കെ അതിനകത്തുണ്ട്. ഈ സ്റ്റോൺ ബെഞ്ച് ഉണ്ടോ? ഈ സ്റ്റോൺ ബെഞ്ച് ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റോൺ ബെഞ്ച് ഉണ്ട്. അതുപോലെ ആ മുന്നിലായിട്ട് കാണുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് ക്യൂ ഏരിയ. നമ്മൾ അവിടെ നിന്നിട്ടാണ് അതിൽ ക്യൂ ആയിട്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ ബസ്സിലോട്ട് കയറുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ കയറിയത്. ഇപ്പോൾ അവരല്ലാതെ കയറിയത്. എന്നാലും അവർ ഒറ്റ ടീമായിട്ട് വന്നുകൊണ്ടായിരിക്കാം. ഇത് നമ്മൾ വരുന്നതിന് മെജോറിറ്റി അനുസരിച്ച് അതിൽ ക്യൂ നിന്ന് കയറുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഗൈസ്, നമ്മൾ ഇവിടെ നിന്നുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഈ ഒരു ഗേറ്റിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഉള്ളിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നമ്മൾ വരുന്ന വഴിയിലായിരുന്നു കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം. അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 43 മിനിറ്റാണ്, 26 കിലോമീറ്റർ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്, ടിമ്പർ മ്യൂസിയം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരൊക്കെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിത് അവിടെ ക്യൂവിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. അത് വേറൊരു ഉദ്ദേശം കൊണ്ടാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല ഫ്രണ്ട് സീറ്റ്. അപ്പോൾ അതിനായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ടീമുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യപ്പന്മാർ മാത്രമല്ല, വേറൊരു ഫാമിലി ഇപ്പോൾ ഒരു കാറിൽ വന്നായിരുന്നു. മലയാളി എന്നേന്ന് അറിയില്ല, വണ്ടിയുണ്ട്. എന്തായാലും നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഈ പാലരുവിയുടെ ബസ് സ്റ്റേഷനിലെത്തി കേട്ടോ. ഇത് ബസ് സ്റ്റേഷനാണ്. ഇവിടം വരെയാണ് നമുക്ക് ബസ്സുള്ളത്. ഈ പുറകിൽ കിടക്കുന്ന ബസ്സുണ്ടല്ലോ, അതിലാണ് നമ്മൾ വന്നത്. ഈ മുന്നിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് പാലരുവി വാട്ടർഫാൾ എന്നൊക്കെ പറഞ്ഞൊരു
ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു കൽമണ്ഡപമൊക്കെ കാണാം കേട്ടോ. അത് നമുക്ക് നമ്മളെ ഈ പത്മനാഭപുരം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പോകുന്ന വഴിയിൽ പറയാതെ. പിന്നെ അതാ ഇവിടെ ഒരു കൃത്രിമ വാട്ടർഫാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളമുള്ളൂ, എന്നാലും പാലരുവി എന്ന് എഴുതിയ സംഭവമൊക്കെ ഫുള്ള് മാഞ്ഞു പോയിട്ടുണ്ട്. ഫുള്ള് പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ബി മാത്രമേ കാണാൻ പറ്റൂ, VI. ചായക്കും കോഫിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. കല്ല് വിരിച്ചിരിക്കുന്ന ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഈ ബസ്സിൽ വന്നവരാണ് കേട്ടോ മുന്നേ പോകുന്നത്. കൂടുതലും അയ്യപ്പന്മാരാണ്. അപ്പോൾ അയ്യപ്പ ഭക്തരുടെ ടൈം ആയതുകൊണ്ട്, മണ്ഡലകാലം ആയതുകൊണ്ട് ഒരുപാടുണ്ട്. പിന്നെ മദ്യപാനമൊക്കെ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ അവശേഷിപ്പുകളുണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് രാജാക്കന്മാരും അവരുടെ പരിചാരകരും ഒക്കെ ഇവിടെ വേട്ടയ്ക്ക് വരുന്ന സമയത്ത് അവരുടെ അശ്വങ്ങളുണ്ടല്ലോ, അതായത് കുതിരകളെ ഇവിടെയാണ് കേട്ടോ കെട്ടിയിടുന്നത്. എനിക്ക് പൊന്നോ, നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വ്യൂ ആണ്. നമ്മൾ ഈ പാലരുവി വാട്ടർഫോളിൻ്റെ ഫസ്റ്റ് വ്യൂ. നമ്മൾ ഈ ഒരു വഴിയിലൂടെ നടന്നു വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു വ്യൂ ആണ്. നമ്മൾ ഈ നടന്നു വരുന്ന വഴിയിൽ വാട്ടർഫോൾ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ലേഡീസിന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഒരു ഭാഗത്താണ് കേട്ടോ ഡ്രസ്സിംഗ് റൂം. ഇതുവഴി നടന്നു വരുന്ന സമയത്ത് ഒരു അടിപൊളി ഒരു ബോർഡ് ഉണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോർഡാണ്. അത് സേഫ്റ്റി ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കാർട്ടൂണായിട്ട്. അടിപൊളിയായിട്ടുണ്ട്, വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. മഴ സമയത്ത് തന്നെ നമ്മളിവിടെ വന്ന് ഈ ഒരു വാട്ടർഫോൾ കാണുന്നു. നമുക്ക് അടിപൊളിയാണെന്ന്, വളരെ എന്താ പറയുക, ഗാംഭീര്യം എന്നൊക്കെ നമ്മൾ പറയില്ല, അതേ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. കിറ്റില്ലതായിട്ടുണ്ട്, കിറ്റില്ലം വ്യൂ ആണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ, അതായത് ഈ ഒരു വാട്ടർഫാളിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു വഴിയുണ്ടല്ലോ. അപ്പം മുന്നിൽ വാട്ടർഫാൾ കാണാം, അതിൻ്റെ സൈഡിലൂടെ ഉള്ള വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ മുകളിലോട്ട് പോകുന്നത്. നമുക്ക് മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു, അതായത് രാജാവിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ആ ഒരു കൽമണ്ഡപം വരെ നമുക്ക് ഇതുവഴി പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ചധികം പടികളുണ്ട് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഈ ഒരു വാട്ടർഫോളിൻ്റെ കിട്ടുന്നത് കേട്ടോ. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ മറ്റൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് പോകാനായിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇതാ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് വഴി നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഗാംഭീര്യമായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതാ ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്, കയറൊക്കെ വെച്ചിട്ട് ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുവഴി പോകാനായിട്ട് സാധിക്കത്തില്ല, കാരണം വളരെ ഡേഞ്ചറാണ്. വെള്ളം വളരെ കുറവായിട്ടുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഈ കാണുന്ന ഒരു പോർഷനിലേക്ക് നമുക്ക് പോയി നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൽമണ്ഡപം വരുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ക്യാമറയിലൂടെ കേട്ടോ പാട്. എന്തായാലും അതിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാലാണ് പാലരുവി വാട്ടർഫോളിനെ ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇതാ നമ്മളിതാ ഏകദേശം ടോപ്പിലെത്തിയേ. എൻ്റെ അപ്പോൾ നടന്നിട്ട് അടപ്പളായി. ഇത് വേറൊന്നും കൊണ്ടല്ല ഗായ്സ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തെ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നല്ല രീതിക്ക് ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. എനിക്കിനി വല്ല ശ്വാസം മുട്ടലുണ്ടാകുമോ. എന്തായാലും നല്ലപോലെ ഇതയ്ക്കുന്നുണ്ടേ. എന്തായാലും നമുക്ക് മേളിലെത്തിയിട്ട് അതിൻ്റെ വിഷ്വൽ കാണാം. ഓക്കെ, ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കൽമണ്ഡപമുള്ളല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും മുകളിലുള്ള കൽമണ്ഡപം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും അടുത്ത് ഈ ഒരു പാലരുവി വാട്ടർഫോൾ കാണാൻ സാധിക്കുന്നത്. എൻ്റെ മോനെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. കിറ്റില്ലം വിഷ്വൽ തൊട്ടടുത്താണ് കേട്ടോ കാണുന്നത്. എന്തായാലും കിറ്റിലായതുകൊണ്ട് നമുക്ക് ആ മഞ്ഞ് പോലെ വെള്ളം പോകുന്നുണ്ടോ, നമുക്ക് അടിപൊളിയാണെന്ന് നോക്കിയതായിട്ട്. നമ്മൾ അങ്ങ് ആ ദൂരെ കാണുന്ന ആ താഴെ നിന്നാണ് കേട്ടോ, ഈ അങ്ങ് ദൂരെ നിന്നാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. അധികമായിട്ട് ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കിയോളൂ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അല്ലാതെ നമുക്ക് കാണാനായിട്ട് ക്യാമറ വഴി കാണുന്നതിന് ബുദ്ധിമുട്ടാണ്. സൂം ചെയ്ത വിഷ്വലിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും അടിപൊളിയായിട്ട് ഇവിടെ ഒരു 4-5 ശിവലിംഗത്തിൻ്റെ ആ ഒരു മാതൃക കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിൽ. ഇത്രയും ഹൈറ്റിൽ കയറിയിട്ട് ഇത് എങ്ങനെ കൊത്തി വെച്ചു ഒന്നും അറിയില്ല. എന്തായാലും എനിക്ക് തോന്നി ഈ രാജഭരണ കാലത്ത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ അത് കാണാനായിട്ട്. നമ്മൾ ഈ ബാഹുബലി സിനിമയിലൊക്കെ ശിവലിംഗം കൊണ്ട് വയ്ക്കത്തില്ലേ, അതേപോലെ ശിവലിംഗം കൊത്തി വെച്ചിട്ടുണ്ട് പാറകല്ലിൽ. അപ്പോൾ കാര്യം നമ്മളിത് ആ പാലരുവി വാട്ടർഫോളിൻ്റെ ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരിക. ഈ റോസ് മലയൊക്കെ വരുന്നതിന് അല്ലെങ്കിൽ തെങ്കാശി പോകുന്നവർ ഉറപ്പായിട്ടും ഇങ്ങോട്ട് കയറാൻ പറ്റുന്നതാണ്. ഒരുപാട് അയ്യപ്പ ഭക്തന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കിട്ടില്ല സ്പോട്ടാണ്, നിങ്ങൾ പുറകിൽ കാണുന്ന പോലെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ വാസ്തേക്ക് സൈനിങ് ഓഫ്.